കാരക്കാമുറി മഹാകവി റോഡിൽ സ്ഥിതി ചെയ്യുന്ന സ്പെക്ട്രം എന്ന ബഹുനില ഓഫീസ് മന്ദിരത്തിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ 3 ചെറുപ്പക്കാർ അതിശയകരമായി രക്ഷപ്പെടുകയുണ്ടായി. 5ാമത്തെ നിലയിൽ ജോലി ചെയ്യുന്ന ഇവർ താഴേക്ക് പോകാൻ ലിഫ്റ്റിൽ കയറിയപ്പോഴാണ് ലിഫ്റ്റ് തൃശങ്കുവിലായത്. ഇടയ്ക്ക് വെച്ച് തങ്ങി നിന്ന ലിഫ്റ്റിനകത്തു നിന്നും ഇവർ ഭയന്ന് അലമുറി കൂട്ടിയെങ്കിലും അത് രാവിലെ ആയിരുന്നതിനാൽ ഇവരുടെ ധീനാരോധം കേൾക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിൽ നിന്നും ജീവനോടെ പുറത്തേക്ക് പോരാൻ പറ്റുമോ എന്നുവരെ ആ ഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നു എന്ന് പിന്നീട് ഇവർ മാധ്യമ പ്രവർത്തകരോട് പറയുകയുണ്ടായി. ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് ഒരു കണക്കിന് ലിഫ്റ്റ് 1ാം നിലയിൽ അടുപ്പിക്കാൻ പറ്റിയത്. ഭാരതത്തിലെ എല്ലാ വൻ നഗരങ്ങളിലെ ബഹുനില കെട്ടിടങ്ങളിലും തങ്ങളുടെ ലിഫ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതെന്നും കോണെ കമ്പനിയുടെ ജനറൽ മാനേജറായ പുഷ്കരൻ കോണോത്തിൽ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. കമ്പനിയുടെ ഒരു ഉന്നതതല സംഘം തെളിവെടുപ്പിനായി സ്ഥലം സന്ദർശിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലിഫ്റ്റിൽ നിന്നും പേടിച്ച് വിറച്ച് ചാടിയിറങ്ങിയ സുവിശേഷ് എന്ന ചെറുപ്പക്കാരൻ താൻ വിറച്ചത് പേടികൊണ്ടല്ല, മറിച്ച് തനിക്ക് സ്റ്റാറ്റസ് എപ്പിലിപ്റ്റിക്കസ് എന്ന അസുഖമുള്ളത് കൊണ്ടാണെന്ന് പിന്നീട് പ്രസ്താവിക്കുകയുണ്ടായി. അതീവ ഗുരുതരമായ ഈ സംഭവത്തിന് പിന്നിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കറുത്ത കൈകൾ ഉണ്ടോ എന്ന് 2ാമത്തെ രക്തസാക്ഷിയായ ഹാരിസ് ജയരാജ് സംശയം പ്രകടിപ്പിച്ചു. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്ന പോലെ ഇവിടെയും തന്റെ ആൾക്കാരെ വകവരുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഹാരിസ് ഞങ്ങളുടെ കൊച്ചി പ്രതിനിധിയോട് പറയുകയുണ്ടായി. എന്നാൽ തനിക്ക് റിലേഷൻസ് ഉള്ള ഫയലുകൾ തട്ടിയെടുക്കാനുള്ള ഒരു ഗൂഢശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ സംഭവമെന്ന് ക്ഷീണിച്ച് അവശനിലയിൽ കാണപ്പെട്ട ബിജോഷ് എന്ന ലിഫ്റ്റിൽ കുടുങ്ങിയ 3ാമത്തെ യുവാവ് പരാതിപ്പെടുകയുണ്ടായി. കാരക്കാമുറിയിൽ നിന്നും പീപ്പിൾ ടിവിക്ക് വേണ്ടി അലക്സ് പൗനൂറാൻ.